എന്താ ഒരു കലാമാധ്യമത്തിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഇപ്പോൾ കഥയും കവിതയും അല്ല എൻ്റെ ഒരു വഴിയെന്ന് ഞാൻ കണ്ടെത്തുന്ന ഒരു കാലവും അതാണ്. നരേന്ദ്രപ്രസാദ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത്രയും കാര്യങ്ങളിൽ. എന്നാലും വളരെ ചാമിങ് ആയിട്ടുള്ളൊരു ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു നരേന്ദ്രപ്രസാദിൻ്റെ. അപ്പോൾ നരേന്ദ്രപ്രസാദിൻ്റെ ഷേക്സ്പിയറുടെ ക്ലാസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പെർഫോമേറ്റീവാണ് ആ ക്ലാസ് എന്നൊക്കെ പറയുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പോകുന്നത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കവിതകൾ ഇപ്പോഴും ഞാൻ എഴുതാറുണ്ട്, പബ്ലിഷ് ചെയ്യാറൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു റൈറ്ററെ, ഒരു നാടകകൃത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു, ഇപ്പം നോക്കിയിട്ടില്ലേ, ഷേക്സ്പിയറൊക്കെ ആണെങ്കിലും നാടകങ്ങൾ എഴുതുന്നതിന് സമാനമായിട്ട് തന്നെ സോണറ്റ്സും എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതും. അത് ലാംഗ്വേജിനെ പോളിഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത്. അപ്പോൾ ആ കവിത അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ നാടകത്തിൻ്റെ രചനയിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഷാർപ്പ്നെസ് വരുന്നത്. അതിപ്പോഴും ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ നാടകമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ഒരു മേഖലയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നതും ആ കാലമാണ്. 80കളുടെ അവസാനമാകുമ്പോഴത്തേക്ക് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോകുന്നുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോകുന്നത് എനിക്കൊരു നാടക രചനയായിരുന്നു. എന്നെ ഒരു സാഹിത്യമാണ് എല്ലാ കാലത്തും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ എനിക്ക് നാടക സാഹിത്യമാണ് എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുള്ളത്, ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ഒരു ചലഞ്ച് കൂടുതലാണ്. അതിന് ആ ചലഞ്ചസിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു 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 ത്വരയായിരുന്നു എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നത് രചനയുടെ കാര്യത്തിൽ. പക്ഷെ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിലെ നാടകരചന ഒരു വിഷയമല്ല എന്നുള്ളത്. അപ്പോൾ അതൊരു വളരെ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സായിരുന്നു. അപ്പോൾ ഞാൻ ഐ പാസ്ഡ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്കിൽ ഞാൻ ഡയറക്ഷനിലാണ് ഞാൻ പാസ്സാകുന്നത്. പിന്നെ വളരെ ഒരു അതിദീർഘമായ ഒരു കാലം ഞാൻ വ്യാപരിച്ച ഒരു മേഖലയും നാടകമാണ്. ഇപ്പോഴും നാടകരചനയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം. എനിക്ക് 2 ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്ന് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോവുക, പിന്നെ കൽക്കട്ടയിൽ പോവുക എന്നുള്ളത്. കൽക്കട്ടയിൽ രവീന്ദ്രഭാരതി യൂണിവേഴ്സിറ്റിയിൽ കൽക്കട്ടയിൽ പോവുക എന്നുള്ളത്. കൽക്കട്ടയാണ് ഞാൻ ചൂസ് ചെയ്തത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ബംഗാളി നോവലുകൾ വായിക്കുകയും ബംഗാൾ എപ്പോഴും ആ ഒരു കാലത്തിൻ്റെ ഒരു നമ്മുടെ ഒരു വായനയെയും നമ്മുടെ ഒരു സ്വപ്നങ്ങളെയും ഒക്കെ സ്വാധീനിച്ചിട്ടുള്ള, നമ്മളെ മോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ബംഗാളി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കൽക്കട്ടയോടുള്ള എൻ്റെ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൽക്കട്ടയിലേക്ക് പോയത്. അപ്പോൾ പക്ഷേ കൽക്കട്ടയിൽ ആ സമയത്ത് അങ്ങനെ കൽക്കട്ടയുടെ വലിയ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു, കൽക്കട്ട വളരെ ശാന്തമായിരിക്കുന്ന ഒരു കാലം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും എന്താണ് ഒരുപാട് അധ്യാപകരും, എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയിട്ട് തന്നെ ആദ്യം എനിക്ക് ഇത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാടകവേദി എങ്ങനെയാണ് ഒരു ബംഗാളി ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്കപ്പോഴാണ് മനസ്സിലായത് മലയാളിക്ക് ഒരിക്കലും ഈ നാടകവേദി മലയാളിയുടെ ഒരു കഷ്ടിച്ച അക്കാലത്തെങ്കിലും, എനിക്കറിയാവുന്നുള്ളൊരു കാലത്തെങ്കിലും, അതിന് മുമ്പുള്ളൊരു കാലത്തൊക്കെ നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ KPSC ഒക്കെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു നാടകത്തിൻ്റെ ഒരു ഭയങ്കര ഒരു മാറ്റം എന്നൊക്കെ പറയുന്നത്, നാടകം എങ്ങനെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഉണ്ട്. KT മൂവ്മെൻറ്റിൻ്റെ നാടകങ്ങളായിരുന്നാലും പിന്നെ KPSCയുടെ നാടകങ്ങളായിരുന്നാലും അങ്ങനെയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു കാലം നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. നാടകവേദി കുറച്ചുകൂടെ അക്കാദമികമായി മാറുകയും അങ്ങനെ ഒരു പരീക്ഷണത്തിൻ്റെയും പിന്നെ പുതിയൊരു രംഗഭാഷ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ 80കളിലും 90കളിലും ഒക്കെ വരുന്ന നാടകവേദിയുടെ ഒരു പൊതു സ്വഭാവം അതാണ്. പക്ഷെ കൽക്കട്ടയിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോഴും സാധാരണമായ ഒരു ജീവിതത്തിൽ തൊട്ടു നിൽക്കുന്ന ഒരു വേദി, തൊട്ടു നിൽക്കുന്ന ഒന്നാണ് അവിടെ നാടകവേദി. അപ്പോൾ അതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ഒരുപക്ഷെ കൽക്കട്ടയിലെ എൻ്റെ യൂണിവേഴ്സിറ്റിയെക്കാളും കൂടുതൽ കൽക്കട്ടയിലെ ആ ഒരു അമച്വർ തിയേറ്റർ എന്ന് പറയുന്നത് ആയിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി. ഒരുപാട് ആൾക്കാരെ കാണുകയും ബാദൽ സർക്കാരിനെ പോലുള്ള ആൾക്കാരെ ഇവരൊക്കെ നേരിട്ട് കാണാനൊക്കെ, ഹബീബ് തൻവീറിൻ്റെയൊക്കെ അവിടെ നമ്മൾ സിനിമ റെട്രോസ്പെക്റ്റീവ് ചെയ്യുന്നത് പോലെ തിയേറ്ററിൻ്റെ റെട്രോസ്പെക്റ്റീവ് ഉണ്ടാവും. അക്കാഡമി തിയേറ്ററിന്, അക്കാഡമിയുടെ തിയേറ്ററിൽ റെട്രോസ്പെക്റ്റീവ് ഉണ്ടാവും. ഞാൻ ഹബീബ് തൻവീറിൻ്റെ റെട്രോസ്പെക്റ്റീവ് ഞാൻ കാണുന്നത് അവിടെയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ നാടകങ്ങളുടെയും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു റെട്രോസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ ഒരു മാറ്റങ്ങളാണ് ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഉഷ ഗാംഗുലിയെ പോലുള്ള ആൾക്കാർ, അത് നാടകത്തിൻ്റെ ഒരു ജൈവത, സമൂഹവുമായിട്ട് നാടകം എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, എത്രത്തോളം അതിന് ഇതുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ കാണാവുന്ന ഒരു ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീണ്ട ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ
പിന്നെ ടിക്കറ്റ് വാങ്ങുന്നത് നാടകത്തിൽ. അതൊക്കെ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ്. പിന്നെ ഒരുപാട് ചിത്രകാരന്മാർ, ഒരുപാട് മുരളി ചീരോത്തിനെ പോലുള്ള മുരളിയെ ഞാൻ കാണുന്നത് അവിടെയാണ്. കവിത മുഖർജി, അങ്ങനെ ശാന്തിനികേതനിലുള്ള ഒരുപാട് പെയിൻറ്റേഴ്സ് ചിത്രകലയുമായിട്ടും സംഗീതവുമായിട്ടും നാടകവുമായിട്ടും സാഹിത്യവുമായിട്ടും ഒക്കെ തന്നെ ബന്ധപ്പെട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. അതും ഇതുപോലെ 80-കൾ എങ്ങനെയാണോ എൻ്റെ മനസ്സിൽ സജീവമായി നിൽക്കുന്നത്, അതുപോലെ ഇപ്പോഴും കൽക്കട്ട എൻ്റെ മനസ്സിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകാതിരിക്കുന്നതിനും എനിക്ക് കാരണമുണ്ട്. കാരണം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നാടക സമീപനത്തിനോടും അതിൻ്റെ രീതികളോടുമുള്ള എൻ്റെ വിയോജിപ്പും കൂടിയുണ്ട്. ഞാൻ അത്തരം ഒരു നാടകത്തിൻ്റെ ഒരു NSD ഒക്കെ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ പിന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു നാടകത്തിൻ്റെ വഴിയാണ് എൻ്റെ നാടകത്തിൻ്റെ വഴിയെന്ന് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ്. അത് ഇന്നും എനിക്ക് അതിനോടൊരു വലിയ ആഭിമുഖ്യം എനിക്ക് തോന്നിയിട്ടില്ല. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ആ സ്ഥാപനത്തിന് തന്നെ ചില പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ വേറെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയുണ്ട്, പൊളിറ്റിക്കലായിട്ട് ഉള്ള പ്രശ്നമുണ്ട്. എങ്ങനെയാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഒരു പാൻ ഇന്ത്യൻ ഒരു നാടകവേദിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് വലിയ ക്വസ്റ്റ്യനാണത്. ഒരു വളരെ പ്രിഡോമിനൻ്റ്ലി ഹിന്ദി ഡോമിനൻ്റ് ആയിട്ടുള്ള ഇപ്പോഴും അവിടെ പഠിക്കുന്ന കുട്ടികൾ ഹിന്ദിയിൽ തന്നെയാണ് പഠിക്കുക നാടകം. ഇന്ത്യൻ നാടകവേദി എന്ന് പറയുന്നത് ഒരൊറ്റ നാടകവേദി അല്ല. 26ഓളം സ്റ്റേജ് പിന്നെ വ്യത്യസ്തങ്ങളായ 26ഓളം പ്രാദേശിക നാടകവേദികളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ഇന്ത്യൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ അത് ഫ്രഞ്ച് തിയേറ്റർ എന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് തിയേറ്റർ എന്നോ പറയുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമാണ്. അതിനെ ഒരു ആവാഹിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ വൈവിധ്യത്തിനെ ഉൾക്കൊള്ളാനോ ഒന്നും കഴിയാത്ത ഒരു സ്ഥാപനമാണ് NSD പോലുള്ളൊരു സ്ഥാപനം. അത് പ്രിഡോമിനൻ്റ്ലി ഹിന്ദി സ്കൂൾ ഓഫ് ഡ്രാമ. പിന്നെ പലരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൽക്കട്ടയിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാദൽ സർക്കാരിൻ്റെ വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു ബാദൽ സർക്കാർ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകശാലകൾ ഉപേക്ഷിച്ചിട്ട് റോഡിലേക്ക് വരികയും കഞ്ചൻ പാർക്കിലും തെരുവുകളിലും നാടകങ്ങൾ, നന്ദൻ്റെ മുന്നിലുള്ള സ്ഥലത്തും പകൽ വെളിച്ചത്തിൽ നാടകം ചെയ്യുന്ന ബാദൽ സർക്കാരിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാദൽ സർക്കാർ ഒരു ടവറിങ് ഫിഗറായിട്ട് ബംഗാളി നാടകവേദിയിൽ നിൽക്കുന്ന അതേസമയം തന്നെ അദ്ദേഹം തെരുവിലാണ്, ആൾക്കാരുടെ അടുത്താണ് നാടകം ചെയ്യുന്നത്. അതൊക്കെ വളരെ ചെറിയ ഓഡിയൻസാണ്, ഒരു ഫ്ലോട്ടിങ് ഓഡിയൻസാണ്. കുറേ ആൾക്കാർ വരും, പെട്ടെന്ന് നിൽക്കും, നോക്കും. അപ്പോൾ അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഈ നാടകം നമ്മൾ കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ടാവും. കുറച്ചുകൂടെ ഒന്നുകൂടി കണ്ടു കളയാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതൊക്കെ എൻ്റെ നാടക ബോധത്തിനെ സ്പർശിക്കുകയും ഒരു രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് എൻ്റെ നാടകവേദിയെ പറ്റിയുള്ള സങ്കല്പങ്ങളെ കരുപ്പിടിപ്പിക്കാനും അതിനെ വളരെ ഉറപ്പ് കൊടുക്കാനും ഒക്കെ തന്നെ എന്നെ കൽക്കട്ട സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ NSDയിലേക്കായിരുന്നു പോയിരുന്നെങ്കിൽ എനിക്കത് ഉണ്ടാവില്ലായിരുന്നു.